ഗ്രാമത്തിലെ എല്ലാവർക്കും അർജുനെ അറിയാമായിരുന്നു. ജന്മനാ പ്രത്യേക പരിചരണം ആവശ്യമായ ഒരു കുട്ടിയായിരുന്നു അവൻ. സംസാരിക്കാൻ ബുദ്ധിമുട്ടും പഠിക്കാൻ മറ്റുള്ളവരേക്കാൾ സമയവും വേണ്ടി വരുമായിരുന്നു. എന്നാൽ അവൻ്റെ മുഖത്തെ മായാത്ത ഒരു പുഞ്ചിരി എല്ലാവരുടെയും മനസ്സ് കീഴടക്കുമായിരുന്നു. സ്കൂളിൽ വാർഷികാഘോഷത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയായിരുന്നു. കുട്ടികൾ എല്ലാവരും പാട്ടിനും നൃത്തത്തിനും നാടകത്തിനും പരിശീലനം നടത്തുകയായിരുന്നു. ആ കൂട്ടത്തിൽ അർജുനുമുണ്ടായിരുന്നു. ഇവനെ സ്റ്റേജിൽ കയറ്റിയാൽ പരിപാടി കുഴപ്പമാകും. ഡയലോഗ് മറന്നാൽ എന്തു ചെയ്യും? ഇങ്ങനെയുള്ള വാക്കുകൾ അർജുൻ കേൾക്കുമായിരുന്നു. കേൾക്കുമ്പോൾ അവൻ ഒന്നും പറയാറില്ല. പക്ഷെ വീട്ടിലെത്തിയാൽ അമ്മയുടെ മടിയിൽ നിശബ്ദനായി കിടക്കും. ഒരു ദിവസം അമ്മ ചോദിച്ചു, "എന്താ മോനെ നിനക്കിത്ര വിഷമം?" "അമ്മേ, ഞാൻ മറ്റുള്ളവരെ പോലെയല്ലേ?" ആ ചോദ്യം കേട്ട് അമ്മയുടെ കണ്ണു നിറഞ്ഞു. അവൾ മകനെ ചേർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു, "നീ മറ്റുള്ളവരെ പോലെയല്ല. അതിനേക്കാൾ പ്രത്യേകതയാണ് നിനക്ക്. ദൈവം ഓരോരുത്തർക്കും ഓരോ കഴിവ് കൊടുക്കും." അതുകേട്ട് അർജുൻ ചെറുതായി ചിരിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. വാർഷികാഘോഷം അടുത്തെത്തി. പരിപാടികളുടെ പട്ടിക തയ്യാറാക്കുമ്പോൾ ചില അധ്യാപകർക്കും ഈ കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. അർജുനെ സ്റ്റേജിൽ ഉൾപ്പെടുത്തണോ? അപ്പോൾ മലയാളം അധ്യാപിക സുമ ടീച്ചർ പറഞ്ഞു, "അവനും ഒരു അവസരം കൊടുക്കാം." അങ്ങനെ അർജുന് ഒരു ചെറിയ പ്രസംഗം നൽകാൻ തീരുമാനിച്ചു. 2 മിനിറ്റ് മാത്രം. പക്ഷേ അതുപോലും അവന് വലിയ ഒരു വെല്ലുവിളിയായിരുന്നു. എല്ലാ ദിവസവും സ്കൂൾ കഴിഞ്ഞ് സുമ ടീച്ചർ അവന് പരിശീലിപ്പിച്ചു. ഒരു വാക്ക് തെറ്റിയാൽ വീണ്ടും പറയും, വീണ്ടും തെറ്റിയാൽ വീണ്ടും പഠിപ്പിക്കും. അമ്മയും വീട്ടിൽ അവനെ പരിശീലിപ്പിച്ചു. ചില ദിവസങ്ങളിൽ അർജുൻ കരഞ്ഞു, "എനിക്ക് പറ്റില്ല ടീച്ചറേ." പക്ഷേ സുമ ടീച്ചർ പറഞ്ഞു, "നിനക്ക് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു." ആ വാക്കുകൾ അവന് ആത്മവിശ്വാസമായി. അങ്ങനെ വാർഷികാഘോഷ ദിവസം എത്തി. സ്കൂൾ ഓഡിറ്റോറിയം ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. മാതാപിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം എത്തിയിരുന്നു. പരിപാടികൾ ഒന്നിനു പിന്നാലെ നടന്നു. അവസാനം അർജുൻ്റെ പേര് വിളിച്ചു. സ്റ്റേജിലേക്ക് നടക്കുമ്പോൾ തന്നെ അവൻ്റെ കൈകാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. മുന്നിൽ നൂറുകണക്കിന് ആളുകൾ. അമ്മ ആദ്യ നിരയിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അർജുൻ മൈക്കിന് മുന്നിലെത്തി. ആദ്യ വാക്ക് പറയാൻ ശ്രമിച്ചു. പക്ഷേ ഭയം കാരണം വാക്കുകൾ പുറത്തു വന്നില്ല. ഹാളിൽ നിശബ്ദത പരന്നു. ചിലർ തമ്മിൽ നോക്കി. "അപ്പോഴേ പറഞ്ഞില്ലേ ഇവനെക്കൊണ്ട് പറ്റില്ല എന്ന്." ആ വാക്കുകൾ അർജുൻ്റെ ചെവിയിൽ പതിഞ്ഞു. അവൻ തല താഴ്ത്തി നിന്നു. അപ്പോഴാണ് മുൻനിരയിലിരുന്ന അമ്മയെ കണ്ടത്. അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് കൈ ഉയർത്തി. സുമ ടീച്ചറും പിന്നിൽ നിന്ന് തലയാട്ടി. ആ നിമിഷം അർജുന് ധൈര്യം കിട്ടി. അവൻ വീണ്ടും മൈക്കിനരികിലേക്ക് ചെന്നു. "എൻ്റെ പേര് അർജുൻ." ഇത്തവണ അവൻ്റെ ശബ്ദം വളരെ വ്യക്തമായി. പതുക്കെ അവൻ പ്രസംഗം തുടർന്നു. അവസാനം അവൻ പറഞ്ഞ വാക്കുകൾ എല്ലാവരുടെയും ഹൃദയത്തെ സ്പർശിച്ചു. "എന്നെ പലരും സ്പെഷ്യൽ കുട്ടി എന്ന് വിളിക്കും. എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ സമയമെടുക്കും. പക്ഷേ എനിക്കും പഠിക്കണം. എനിക്കും വിജയിക്കണം. എന്നെ വിശ്വസിച്ച എൻ്റെ അമ്മയ്ക്കും ടീച്ചർക്കും നന്ദി." അത് പറഞ്ഞ് അവൻ നിർത്തി. ഒരു നിമിഷം ഹാൾ നിശബ്ദമായി. പിന്നെ ആരോ ഒരാൾ കൈയടിച്ചു. അതിനു പിന്നാലെ മുഴുവൻ ഓഡിറ്റോറിയവും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ തുടങ്ങി. ആ കൈയടി 1 മിനിറ്റിലേറെ നീണ്ടുനിന്നു. അർജുൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അമ്മ കരഞ്ഞുകൊണ്ട് കൈയടിച്ചു. സുമ ടീച്ചറുടെ കണ്ണുകളിലും സന്തോഷക്കണ്ണീറുണ്ടായിരുന്നു. ഒരമ്മയുടെ പ്രതീക്ഷയും ഒരു അധ്യാപികയുടെ വിശ്വാസവും ഒരു കുട്ടിയുടെ ആത്മവിശ്വാസവുമായിരുന്നു അത്. അവസാനം സത്യം എല്ലാവരും മനസ്സിലാക്കി. സ്പെഷ്യൽ കുട്ടികൾക്ക് കുറവുകൾ മാത്രമല്ല ഉള്ളത്. അവർക്ക് നമ്മൾ കാണാതെ പോകുന്ന അനേകം കഴിവുകളും സ്വപ്നങ്ങളുമുണ്ട്. അവർക്ക് വേണ്ടത് ഒരു അവസരവും കുറച്ച് വിശ്വാസവും മാത്രമാണ്.